അങ്ങനെ മഴക്കാലമായി. തോടുകളിൽ മീൻ കയറി വരുന്ന സമയം. രാവിലെ തന്നെ ഒരു മെഷർമെൻറ്റ് ടേപ്പും എടുത്ത് ഒരു ഉടക്കുവില കിട്ടാം എന്ന പ്ലാനിൽ തോടിൻ്റെ നീളവും വീതിയും അളക്കാനായി ഇറങ്ങി. സംഭവം റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു ബായിനെ കൂട്ടി നേരെ കണ്ടത്തിലേക്ക് ഒരു ചാട്ടം. ചാടിക്കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഓരോ അടി വെക്കും തോറും കാൽ പൊതിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ നീന്തി തുടിച്ച് നമ്മൾ തോടിൻ്റെ അപ്പുറത്തെ കരയിലെത്തി. നമ്മൾ എല്ലാ വർഷവും സ്ഥിരമായി വലയിടാറുള്ള ഒരു സ്പോട്ടാണിത്. അത്യാവശ്യം തരക്കേടില്ലാത്ത മീനുകൾ നമുക്കിവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി വലയുടെ മറ്റേ അറ്റവും പിടിച്ചുകൊണ്ട് ബായ് വെള്ളത്തിലേക്ക് ഇറങ്ങി. രണ്ട് സൈഡും കമ്പി കെട്ടി വരിഞ്ഞു നാട്ടാനാണ് പ്ലാൻ. ഇനി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന വല എന്ന് പറയുന്നത് 2 വിരൽ കണ്ണി അകൽച്ചയുള്ളതാണ്. അതുപോലെ സപ്പോർട്ടിനായി 3 ഫ്ലോട്ടും താഴ്ന്നു കിടക്കാനായി മെറ്റൽ പീസസ് കൊണ്ടുള്ള വെയിറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിലിട്ടിരിക്കുന്ന വെയിറ്റ് അഥവാ മെറ്റൽ പീസസ് സ്റ്റഡി ആണെന്ന് ഉറപ്പുവരുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനിടയിലൂടെ മീൻ ചാടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ നമുക്ക് ഇവിടെ നിന്നും കൂരിത്തേട്, വരാൽ, കൈതക്കോര എന്നീ മീനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 9 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ഉടക്കുവല ഇവിടെ ഇട്ടിട്ട് ഒരു ഉച്ച കഴിയുമ്പോൾ വന്ന് നോക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറിയപ്പോഴാണ് ബായ്ക്കിട്ടൊരു മുട്ടം പണി കിട്ടിയത്. അതെ, ഒരു കളയട്ട നമ്മുടെ ബായുടെ കാലിൽ പിടിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ബായ് ഒരു കമ്പെടുത്ത് അതിനെ കുത്തിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബായ്.